പ്രതാപനെ ഈ ഇടയായിട്ട് നല്ല ക്ഷീണമുണ്ട്. ഒരു ഡോക്ടറെ കാണണം. ഈ റെസ്റ്റ് ഇല്ലാത്ത ജോലിയല്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചേച്ചി. ആ, ഒരു ഫുൾ ചെക്കപ്പ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദേ നമ്മുടെ തൊട്ടടുത്തൊരു ഫിസിഷ്യൻ വന്നിട്ടുണ്ട്. ഒരു ലേഡി ഡോക്ടറാ, ഡോക്ടർ സുമറാണി. അവരുടെ അടുത്ത് പോയാൽ മതി. എന്താ അവരുടെ അടുത്ത് തന്നെ പോകണമെന്ന് നിന്റെ അഡ്വൈസ്? നീയും ആ ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏയ് എടാ, ഏട്ടൻ ചോദിച്ചത് കാര്യമായിട്ടാണ്. ഉണ്ടെങ്കിൽ പറയേ. അവള് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. കളിയാക്കാതെ ശേഖര, അവനെ വിട്. എന്തായാലും ആ ദിവ്യനെയും കുഞ്ഞിനെയും കൊണ്ട് അവൻ കളഞ്ഞു. അതിന്റെ ഇപ്പൊ കേസാവും. അവരെ ഇവിടെ കൊണ്ടുപോയടാ താഴ്ത്തിയത്. മോളൊന്നല്ലോ, വേണോട്ടിനുണ്ടല്ലോ. വർമ്മ സാറേ, ശേഖരൻ സാറേ, നമസ്കാരം. നമസ്കാരം. ആ വേണോട്ട് ഇരിക്കേ. ഇരിക്കേ. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി വല്ല ആവശ്യത്തിന് വന്നാണോ അതോ ഇങ്ങോട്ടേക്കായി വന്നാണോ? മോളെ, ശരിമേ. ആ മോൾക്ക് പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. രാജു പുറത്തുപോയി, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. എനിക്ക് പെട്ടെന്ന് ചെറിയമ്മയെ കാണണമെന്ന് തോന്നി. അതാ ഞാൻ അങ്കിളിനെയും കൂട്ടി വന്നത്. അത് കൊള്ളാലോ, ഒരു ചെറിയമ്മ പ്രേമം. മോൾക്ക് ചെറിയമ്മയെ കാണണമെന്ന് തോന്നുമ്പോ കാണാനുള്ള അവകാശം ഇല്ലേ? അതുപോലെ സ്നേഹിച്ച് വളർത്തിയതല്ലേ യാമിനി. ആ സെന്റിമെന്റ്സ് എന്തായാലും കാണാതിരിക്കില്ല. മോള് വാ. പിന്നെ എന്ത് വിശേഷമുണ്ട് വേണോട്ടാ? എന്ത് വിശേഷം സാറേ, നന്നായിട്ട് പോണു. ഉണ്ടെങ്കിലമ്മ കാര്യമായിട്ട് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അതാ അന്തി മയങ്ങിയ നേരത്ത് ഈ വരവ്. ഈ ഏടാകൂടം പെണ്ണുമ്പിള്ള എന്നെ നോക്കണ്ടല്ലോ, ഇവർക്ക് എന്തോ സംശയമുണ്ട്. ആ, സരസ്വതി മാഡം ഇവിടെ ഇല്ലേ ശേഖരൻ സാറ്? ഇല്ല വേണോട്ടാ, അമ്മ മൂകാംബയിൽ ഭജനടിക്കാൻ പോയിരിക്കുക. ഓ, 3-4 ദിവസം കഴിയുമ്പോ വരും. ആ, അകലേ